തുരങ്കപാതയുടെ താഴെ മുത്തപ്പൻപുഴയ്ക്കടുത്ത് നിന്ന് AK അഭിലാഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിലാഷ്, എന്താണ് അവിടെ നിന്ന് സാഹചര്യം? അവിടെ നിന്ന് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ എന്താണ് വ്യക്തമാക്കുന്നത്? മാധു, ഇന്നിപ്പോൾ വയനാട്ടിൽ സംഭവിച്ച ആ സ്ഥലത്തിന് സമാനമായ നിലയിൽ തന്നെയാണ് ഇവിടെയുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാം, സോയിൽ ലെയലിംഗ് അടക്കം നടത്തിയിരിക്കുന്നു. 2 ടനലുകളുടെ പണി ഇവിടെ നടക്കുന്നുണ്ട്. അതേസമയത്ത് മറുഭാഗത്ത് ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ മണ്ണ് മാന്തിയിട്ട നിലയിലാണ്, തട്ടുതട്ടാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ സോയിൽ ലെയലിംഗ് ഒന്നും നടത്തിയിട്ടില്ല. ഇന്നലെ മുതൽ കനത്ത മഴയാണ് മേഖലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തൊന്നും ഇവിടെ പ്രവൃത്തി നിർത്തിവെച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ അപകടമുണ്ടായതിന് പിന്നാലെയാണ് ഇവിടെയും പ്രവൃത്തി നിർത്തിവെച്ചത് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കൊരു ഭാഗത്തേക്ക് കുറെ കൂടി നോക്കിയാൽ കാണാം, ഈ ടണലിനോട് അടുത്ത് തന്നെ ഏതാണ്ട് ഒരു 50 മീറ്റർ അകലെയാണ് ഈ ലേബർ ക്യാമ്പുകൾ, അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അതായത് തൊട്ടടുത്ത് തന്നെയാണ് ഇത്തരത്തിൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അത് അപകടകരമായ ഒരു സാഹചര്യമാണ് എന്ന് വേണം പറയാൻ. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇവിടെ മണ്ണിന് കുറെ കൂടി ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിഞ്ഞു വരാൻ സാധ്യതയില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ആളുകളുള്ളത്. പക്ഷേ സോയിൽ ലെയലിംഗ് മുകളിൽ ചെയ്തതുപോലെ തന്നെ കമ്പി അടിച്ച് താഴ്ത്തി സിമന്റ് പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള ആളുകൾ പലപ്പോഴും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ചില ആളുകൾ ഇവിടെ കാണാൻ എത്തിയ ആളുകളുണ്ട്. നിങ്ങൾക്ക് എന്താണ് അറിയാൻ കഴിയും? നമ്മളത് അറിഞ്ഞിട്ട് വന്നതല്ല, ചുമ്മാ അങ്ങനെ കറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടോ? ഇല്ല. ഈ ഭാഗത്ത് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. വയനാടൻ ഭാഗത്തല്ലേ, ഇതെങ്ങനെ എന്താന്നുള്ളത് നമ്മൾ ഈ ഏരിയയിലുള്ള ആൾക്കാരല്ല, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. ഏതായാലും ഇവിടെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. കാരണം മണ്ണ് അങ്ങനെ എടുത്തിട്ട സ്ഥലമില്ല. പക്ഷേ ഇത്തരത്തിൽ സോയിൽ ലെയലിംഗ് കഴിച്ച മറ്റു ഭാഗത്തേക്ക് അത്തരത്തിൽ മണ്ണ് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ സോയിൽ ലെയലിംഗ് നടത്താത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പോഴും മണ്ണിന് ഉറപ്പുണ്ട് എന്നുള്ളതാണ്. ഈ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം, ഈ നീർച്ചാലുകൾ അടക്കമുണ്ട്. അതുകൊണ്ട് റോഡിലൂടെയൊക്കെ വെള്ളം ഒലിച്ചിറങ്ങാനുള്ള ഒരു സാഹചര്യം ഒക്കെ നിലവിലുണ്ട്. അതൊരു അപകടകരമായ സാഹചര്യമാണ്. ഏതായാലും നേരത്തെ നിർത്തിവെച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ഇന്നിപ്പോൾ അപകടമുണ്ടായതിന് പിന്നാലെ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ള പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുന്നത്. ലേബർ ക്യാമ്പുകളിലേക്ക് നോക്കിയാൽ കാണാം, അവിടെയുള്ള ഉപകരണങ്ങളൊക്കെ അവിടേക്ക് മാറ്റി നിർത്തിവെച്ചിട്ടുണ്ട്. ലേബർ ക്യാമ്പ് തൊട്ടടുത്ത് തന്നെയാണ്. ഏതാണ്ട് 100-ലേറെ തൊഴിലാളികൾ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കനത്ത മഴയാണ് ഈ മേഖലയിൽ ഒന്നാകെയുള്ളത്. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് ഉയർന്നൊരു സാഹചര്യത്തിൽ, മുകളിൽ അപകടമുണ്ടായ ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള ആളുകളും കുറെ കൂടി ആശങ്കയിലാണ് എന്ന് വേണം പറയാൻ. മാധു, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. മുത്തപ്പൻപുഴയുടെ സമീപത്തു നിന്നാണ് AK അഭിലാഷ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്, അവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ വ്യക്തമാണ് എന്നതാണ് അവിടുത്തെ സാഹചര്യം. ഇപ്പോൾ അപകടത്തിൽ 4 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. ഇതുവരെ അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ലഭ്യമായിരിക്കുന്നത്. നമുക്ക് നേരത്തെ കളക്ടർ നമ്മളോട് സംസാരിച്ച സമയത്ത് 2 മരണം എന്നുള്ളതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് എന്ന് പറയുന്നു. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുണ്ട്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് MLA സംസാരിച്ചതിന് ശേഷം മാത്രം 2 പേരെ സ്ട്രെച്ചറിൽ 2 മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് കണ്ടു. ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊക്കെ വേണ്ടതുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ AK അഭിലാഷ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിനപ്പുറത്തേക്ക് മാറി അപകടമടക്കം ഉണ്ടായ കാര്യങ്ങളും ഉണ്ടായ സ്ഥലങ്ങളും അടക്കം നമുക്ക് കാണാൻ കഴിയും. 5 പേരുടെ വിവരങ്ങളാണ് ഇപ്പോഴും ലഭ്യമാകേണ്ടതുള്ളത്. വയനാട്ടിൽ താൽക്കാലികമായി ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ഈ അപകട മേഖലയിൽ നിന്നുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്നിപ്പം കനത്ത മഴ തന്നെ രാത്രിയും ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ അപകടത്തിന് സാധ്യതയുണ്ടോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനിടയിൽ നേരത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കം സംസാരിച്ചത് നമ്മൾ കേൾക്കുകയും ചെയ്തു. തുരങ്കപാതയുടെ സ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് അപകടകരമായ സാഹചര്യമാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നത് നേരത്തെ തന്നെ പറഞ്ഞു. 2 IAS ഉദ്യോഗസ്ഥർ ചേർന്നാണ് യോഗം നടത്തിയത്. അവിടെ നിന്ന് മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ കൃത്യമായി നൽകിയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അപകടം വരുത്തിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ പറഞ്ഞു. നേരത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ആദ്യം മന്ത്രി T സിദ്ദിഖ്, എല്ലാവരും തന്നെ മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണിത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മണ്ണവിടെ നിന്ന് നീക്കണം എന്ന കൃത്യമായ ബോധ്യമുണ്ടായിട്ടും അത് ചെയ്യാതിരുന്നു എന്നതാണ് ഇത്രയധികം വലിയ ദുരന്തത്തിന് കാരണമായത് എന്നതും ചൂണ്ടിക്കാണിക്കുന്നു.